ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ ബിനോയ്. ഓൾറെഡി റെക്കമെൻഡ് ചെയ്ത ഒരു സ്റ്റോക്ക് ഇന്ന് റിവ്യൂ ചെയ്യുകയാണ്. സ്റ്റോക്കിൻ്റെ പേര് SCPC. ഒരുപാട് കമൻസ് വന്നിരുന്നു ഈ സ്റ്റോക്കിനെ പറ്റി ഒന്നും കൂടെ വീഡിയോ ഇടാൻ. അതുകൊണ്ടാണ് ഇന്ന് SCPC സെലക്ട് ചെയ്തത്. 13 രൂപയ്ക്ക് റെക്കമെൻഡ് ചെയ്ത സ്റ്റോക്കാണ് SCPC. 100% പൊസിഷൻ കിട്ടിയ സ്റ്റോക്കും കൂടിയാണ് SCPC. 27 രൂപയിലേക്ക് പോയി, മോർ ദാൻ 100% പൊസിഷൻ കിട്ടി. അതിനുശേഷം വീണ്ടും ഇറങ്ങി വന്ന് 21 റുപ്പീസിൽ ഞാൻ വീണ്ടും ഒരു ബേസ് ഫോം ചെയ്തു എന്ന് ഉദ്ദേശിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരു 30 റുപ്പീസ് ടാർഗറ്റ് പറഞ്ഞിട്ട്. അതിനുശേഷം സ്റ്റോക്ക് കുറച്ച് കറക്ഷൻ വന്നു, 16, 17, 18 ലെവലിലേക്ക് വന്നിരുന്നു. പക്ഷേ 2 തവണ റൈറ്റ് ഇഷ്യൂവും കൂടെ കൊടുത്ത സ്റ്റോക്കാണ് SCPC റൈറ്റ് ഇഷ്യൂ അപ്ലൈ ചെയ്ത ആളെ സംബന്ധിച്ചോളം നല്ല പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉണ്ടാവുക. ഈ SCPC സ്റ്റോക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഓൾറെഡി പറഞ്ഞു, ഒരു പെന്നി സ്റ്റോക്കാണ്. പെന്നി സ്റ്റോക്ക് മൾട്ടി ബാഗർ ആവാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. എപ്പോഴും പെന്നി സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിലുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്, അതും കൂടെ കൺസിഡർ ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ പെന്നി സ്റ്റോക്സ് റൈറ്റ് ടൈമിൽ നമ്മൾ വാല്യൂ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഭാവിയിൽ വളരാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് പെന്നി സ്റ്റോക്ക്. ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു 1 or 2 ഇയർ കഴിഞ്ഞാൽ ഓൾട്ടുഗദർ അടിമുടി മാറാൻ സാധ്യതയുള്ള സ്റ്റോക്ക് മനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൽ കിട്ടാൻ റിട്ടേൺ എന്ന് പറയുകയാണെങ്കിൽ അത് 10 മടങ്ങായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക് എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ് സ്മോൾ ക്യാപ്പ് മൾട്ടിബാഗർ സ്റ്റോക്സ്. അതുകൊണ്ട് കുറച്ച് കറക്ഷൻ വന്നാലും അതിന് ടെൻഷൻ ഇല്ലാണ്ട് ഹോൾഡ് ചെയ്യണം. അല്ലെങ്കിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്റ്റോക്സാണ് സ്മോൾ ക്യാപ്പ് മൾട്ടിബാഗർ സ്റ്റോക്സ്. ഇപ്പോൾ സ്മോൾ ക്യാപ്പിൽ മൾട്ടിബാഗ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന് റിസ്ക് വളരെ കൂടുതലാണ്. ഒരു എന്താ പറയുക, ലോങ് ടേം സ്റ്റോക്കിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫണ്ടമെൻ്റൽ നല്ല സ്റ്റോക്കായിട്ട് ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പ് സ്റ്റോക്സിനും കണ്ണുപിടിവർക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. കാരണം അതിൻ്റെ ഡൗൺ സൈഡ് റിസ്ക് വളരെ കുറവായിരിക്കാം. ടാറ്റ മോട്ടോഴ്സുമായുള്ള കമ്പനി, ആർമിലുമായ ഷെയർസൊക്കെ റെക്കമെൻഡ് ചെയ്യുമ്പോൾ. പക്ഷേ ഇത് എൻ്റെ ഡിഫറൻ്റ് ആണ്. SCPCയുമായുള്ള ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യും. അതെന്നും മനസ്സിലുണ്ടാവണം. കാരണം ഇത് പറയാനുള്ള കാരണം SCPC രണ്ടാമത് 21 റുപ്പീസിന് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് ശേഷം 17 റുപ്പീസിൽ വന്നപ്പോൾ ഒരുപാട് ആൾക്ക് ടെൻഷനായിരുന്നു. എന്താണ് ചെയ്യേണ്ടത് SCPC എന്ന് വെച്ചിട്ട് ഒരുപാട് ടെൻഷൻ. അതേസമയം ഇപ്പോൾ 2% അപ്ലോക്ക് വന്ന് 25 രൂപ 50 പൈസയാണ് ക്ലോസിംഗ് റേറ്റ് വെള്ളിയാഴ്ച. ഈ സമയത്ത് അതാരും വിൽക്കാനും തയ്യാറല്ല. ഇവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം കിടക്കുന്നത്. ഈ SCPCയുമായുള്ള കമ്പനി. അതുകൊണ്ട് തന്നെ ഞാൻ എന്തുകൊണ്ടാണ് SCPC മൾട്ടിബാഗർ സ്റ്റോക്കാൻ കാണാൻ പോസിറ്റീവ് സൈഡ്സും അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡ്സുള്ള കമ്പനി കൂടിയാണ് SCPC. അതുകൊണ്ട് തന്നെ എല്ലാ ക്വാർട്ടറിലും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് മാത്രമേ ഇങ്ങനത്തെ ഷെയർ നമ്മൾ കൈവശം വെക്കാനും പാടുള്ളൂ. നെഗറ്റീവ് ന്യൂസ് 1 by 1 വരാണെങ്കിൽ മെല്ലെ കൊടുത്ത് ഒഴിവാക്കിയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അതേസമയം നമ്മൾ എക്സ്പെക്ട് ചെയ്തമായി തന്നെ കമ്പനി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ സ്ലോലി അക്യുമുലേറ്റ് ചെയ്യാനും നിൽക്കണം. ഒരു ഹൈ വോൾട്ടൈൽ സ്റ്റോക്കും കൂടി ആയിരിക്കും ഈ എല്ലാ സ്മോൾ ക്യാപ്പ് കമ്പനീസും. SCPCയും ഹൈ വോൾട്ടൈൽ സ്റ്റോക്കാണ്. ഇപ്പോൾ 25-50 പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് ടാർഗറ്റ് ഞാൻ കാണുന്നത് 40 റുപ്പീസാണ്. പക്ഷേ അതിന് മുന്നേ സംടൈംസ് അതിൽ 18 19 വീണ്ടും വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ SCPC സ്റ്റോക്ക് ഓരോ ക്വാർട്ടർ റിസൾട്ടും വളരെ ക്ലോസ് ചെയ്ത് വേണം നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോഴത്തെ ലെവലിൽ അതുകൊണ്ട് തന്നെ ഇത് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ SCPCക്ക് വളരെ ഒരു പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കും കൂടിയാണ് SCPC. കാരണം അതിൻ്റെ ഇന്ത്യൻ പ്രൊമോട്ടേഴ്സ് എന്ന് തന്നെ ശ്രീറാം EPC ആയിരുന്നു. ഇപ്പോൾ അതല്ല, ഈ പ്രൊമോട്ടേഴ്സ് ചേഞ്ച് ഓഫ് ഹാൻഡ്സ് വന്നിട്ടുണ്ട്. ഈ വീഡിയോയിൽ ഞാൻ അതുകൊണ്ട് SCPC വിൽക്കണോ ഇപ്പം വാങ്ങണോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. കയ്യിൽ പ്രോഫിറ്റിലാണെങ്കിൽ കൊടുക്കുക, താഴോട്ട് വന്ന് വീണ്ടും വാങ്ങാനാണ് ഞാനത് സജസ്റ്റ് ചെയ്യുക. ഈ ലെവൽ എൻട്രി ചെയ്യുന്നെങ്കിൽ എൻട്രി ചെയ്യാം. പക്ഷേ അത് താഴോട്ട് വന്ന് ടെൻഷൻ അടിക്കാതെ ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻട്രി ചെയ്യാം. പോസിറ്റീവ് വശങ്ങൾ ആദ്യം SCPC പറ്റി പറയാം, അതുകൂടെ തന്നെ അതിനൊപ്പം തന്നെ നെഗറ്റീവ് വശങ്ങളും പറയാം. നിങ്ങളത് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പ്രസൻറ്റ് പ്രൈസ് 25.50 ആണ്. ഞാൻ പറയുന്ന ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ SCPCൻ്റെ 21 ബിലോ കിട്ടുകയാണെങ്കിൽ വാങ്ങി വെക്കാവുന്ന സ്റ്റോക്കാണ് SCPC. നെക്സ്റ്റ് ഷോർട്ട് ടേം ടാർഗറ്റ് നോക്കുക 40. അതിനുശേഷം വീണ്ടും റിവ്യൂ ചെയ്ത്
കമ്പനി പെർഫോമൻസ് നോക്കിയിട്ട് നമുക്കതിനെ നെക്സ്റ്റ് ടാർഗറ്റ് വീണ്ടും എൻഹാൻസ് ചെയ്യാം. ഓക്കെ, ജനറലി SCPC എന്ന കമ്പനി എന്താണ് എന്നുള്ള കാര്യം പറയാൻ പോവാണ്. SCPCൻ്റെ പുതിയ ഓണർ ഇപ്പം മാർക്ക് AB ക്യാപിറ്റലാണ്. മാർക്ക് AB ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ റോയൽ ഫാമിലിയിലെ വൺ ഓഫ് ദ മെമ്പേഴ്സാണ് മാർക്ക് AB ക്യാപിറ്റൽ. ഇവർ സെപ്റ്റംബർ 2022 350 കോടി ഷെയർസ് ശ്രീറാം ഗ്രൂപ്പിൻ്റെ അടുത്ത് വാങ്ങി 26% സ്റ്റേക്ക്, അതായത് 350 കോടി സ്റ്റേക്ക് വാങ്ങിയിട്ട് അവരാണ് ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സ്. SCPC എന്ന കമ്പനി സ്പെഷ്യലൈസ് ചെയ്യുന്നത് EP കോൺട്രാക്ട് ആൻഡ് പ്രസൻറ്റേഷൻസ്, ഡിസൈനിങ്, എൻജിനീയറിങ്, പ്രൊക്യൂർമെൻറ്റ്, കൺസ്ട്രക്ഷൻസ് ആൻഡ് പ്രൊജക്റ്റ് മാനേജ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് SCPC. റീസെൻ്റ്ലി അവർക്ക് 232 കോടിൻ്റെ ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ഹട്ടി ഗോൾഡ് മൈൻസ് നിന്ന്. ഇതിൻ്റെ ബേസിലാണ് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഒരു 20% പൊസിഷൻ കാണാൻ സാധിച്ചത്. ഇനി അതിൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ് സൈഡിലും കൂടെ നോക്കാം. പോസിറ്റീവ്സ് പറയുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് സംഭവം. കാരണം സൗദി അറേബ്യയിലെ ഒരു റോയൽ ഫാമിലി, അതായത് വളരെ മോശമുള്ള കമ്പനീസിനെ എക്വയർ ചെയ്തിട്ട് അതിനെ നല്ലൊരു കമ്പനിയാക്കി മാറ്റുന്ന ഒരു ഗ്രൂപ്പാണ് ഇപ്പോൾ. അവർ പൊതുവേ അവർ ടൈപ്പ് ഓഫ് ബിസിനസ് അങ്ങനെയാണ്. എന്തുകൊണ്ട് SCPC എടുത്തെന്ന് പറയുകയാണെങ്കിൽ SCPC വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഇതിൽ വളരെയധികം മുന്നോട്ട് പോയ സ്റ്റോക്ക് കൂടെയാണ് SCPC. അപ്പോൾ മാർക്ക് AB ക്യാപിറ്റലിൽ നിന്ന് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന് റിവൈവ് ചെയ്യാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. നിലവിലുള്ള സിറ്റുവേഷൻ നോക്കാതെ ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതിന് പുറമെ ഇപ്പോൾ ഓൾറെഡി അവർക്ക് ഒരുപാട് ഓർഡേഴ്സ് സൗദി അറേബ്യൻ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ബുള്ളിഷ് ആവാനുള്ള കാരണം സൗദി അറേബ്യ മാതിരിയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടൊക്കെ പല പുതിയ സംഗതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ടൂറിസം മേഖലയിലും ഒക്കെ തന്നെ. അതുപോലെ തന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു രാജ്യമാണ് അറേബ്യൻസ്. കാരണം അവർക്ക് നമുക്കെല്ലാ കാര്യം നല്ല ഫ്രഷ് വാട്ടർ കിട്ടാത്ത സ്ഥലങ്ങളാണ് അവിടെ. പല സംഗതി ഗ്രീൻ ഹൈഡ്രജനുമായുള്ള സംഗതി വരുമ്പോൾ അവർക്ക് വാട്ടർ പ്യൂരിഫിക്കേഷൻ, വാട്ടർ എഞ്ചിനീയറിംഗ് മേഖല വർക്ക് ചെയ്യുന്ന കമ്പനിക്ക് വളരെ സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ SCPC ഭാവിയിൽ നല്ലൊരു മാറ്റം വരാനും അവർ മാറ്റി കൊണ്ടുവരാൻ സാധ്യതയുള്ള ഗ്രൂപ്പാണ്, പ്രൊമോട്ടർ ഗ്രൂപ്പാണ് AB മാർക്ക് ക്യാപിറ്റൽ. അപ്പം വാട്ടർ ട്രീറ്റ്മെൻറ്റ് മേഖലയിലുള്ള ഒരു കമ്പനിയാണുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്. പിന്നെ ഹോൾ ടൈം ഹൈ 377 രൂപ വരെ ഹോൾ ടൈം പോയ ഒരു കമ്പനി ആയിരുന്നു പണ്ട് ശ്രീറാം ഗ്രൂപ്പിന് ഉള്ളപ്പോൾ തന്നെ. 370 പോയി ഹൈയിൽ പോയൊരു കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സ് മിസ് മാനേജ്മെൻറ്റ് കാരണം, ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാത്ത കാരണം ഒക്കെയാണ് ഇത് താഴോട്ട് വരാൻ സാധിച്ചത്. 10 രൂപ ഫേസ് വാല്യൂ ആണ്. സാധാരണ നമ്മൾ പെന്നി സ്റ്റോക്സ് എടുക്കുമ്പോൾ 1 രൂപ ഫേസ് വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ 2 രൂപ ഫേസ് വാല്യൂ ആയിരിക്കാം. പക്ഷേ ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. അതായത് 25 രൂപ തന്നെയും അതിൻ്റെ വില ഉള്ളൂ ഇപ്പം. പിന്നെ ഡെപ്റ്റ് ഇക്വിറ്റി വളരെയധികം കുറച്ച് കൊണ്ടുവന്നില്ല. 0.37 ഡെപ്റ്റ് ഇക്വിറ്റി ഉള്ളൂ. 2021-22 നോക്കുമ്പോൾ 2% അടുത്ത് ഡെപ്റ്റ് ഇക്വിറ്റി ഉള്ളത്, ഡെപ്റ്റ് ഇക്വിറ്റി ഉള്ളത് ഇപ്പം 0.37 ഉള്ളൂ. ഈ ജൂൺ ക്വാർട്ടറിൽ 8 കോടി ലാഭമാണ് കാണിച്ചത്. 2023 ജൂൺ ക്വാർട്ടറിൽ 4 കോടി ഉണ്ടായത്. 100% എപ്രിസിയേഷനാണ് ജൂൺ ക്വാർട്ടറിൽ കാണിച്ചത്. ഇതുപോലത്തെ റിസൾട്ട് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100 രൂപയിലേക്ക് പോകാൻ സാധ്യത കമ്പനിയാണ് SCPC. റീസെൻ്റ്ലി പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 26.96 അവർ അത് 37.44 പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. FIS 0.47 ഉള്ളത് 0.65 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ DIS ഹോൾഡിംഗ് 25% ഉണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ ബാങ്കും ആണ്. യൂണിയൻ ബാങ്ക് മുതൽ SBI മുതൽ എല്ലാ ബാങ്കും അതിൽ ഹോൾഡിങ്സ് ഉണ്ട്. സംടൈംസ് അതിൻ്റെ കടം ഇക്വിറ്റി ആക്കി മാറ്റിയതായിരിക്കാം. ഇതൊക്കെയാണ് പോസിറ്റീവായിട്ട് ഞാൻ കണ്ട കാരണങ്ങൾ. അതിൻ്റെ ബിസിനസ് തന്നെയാണ് പോസിറ്റീവ്. ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് അവർ കിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതും കൂടെ ഒരു പോസിറ്റീവായിട്ട് മെയിൻ സംഭവമാണ്. ഈ ഓർഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ലെവലിലേക്ക് മാറാൻ സാധ്യതയുള്ള കമ്പനിയാണ് SCPC. അതിന് നെഗറ്റീവ് വശങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്, അത് ഇവർക്ക് കറക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പോയിൻറ്റ്. നമ്മളെല്ലാം കണ്ടാണ് പുഞ്ചുലോയിഡുമായുള്ള കമ്പനി. അവർക്ക് ഇഷ്ടംപോലെ ഓർഡർ കിട്ടി, പക്ഷേ അവർക്ക് എക്സിക്യൂഷണൽ പവേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് അത് പൊട്ടി താഴോട്ട് വന്നത്. എക്സിക്യൂഷണൽ പവേഴ്സ് ഉള്ളത് കൊണ്ടാണ് RVNലുമായ സ്റ്റോക്ക് 30-5 പോയത്. അപ്പോൾ
അപ്പോൾ ഇതിന് എക്സിക്യൂഷൻ പവർ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്ക് ടു ബാക്ക് അവർ കിട്ടുന്ന ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വളരെ ക്ലോസ് ആയത് കമ്പനി വാച്ച് ചെയ്തുകൊണ്ടേ നിൽക്കണം, എന്നാലും ഇത് മനസ്സിലാവുള്ളൂ. പക്ഷേ നല്ലൊരു ഗ്രൂപ്പിൻ്റെ അടുത്ത് ആയതുകൊണ്ട് എക്സിക്യൂഷൻ പവേഴ്സ് നല്ലതായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, അത് നെഗറ്റീവാണ്. ഹൈ പി ആണ്, വളരെ ഹൈ പിയിലാണ് സ്റ്റോക്ക്. 143 പി ഉണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റഡ് പി ഒരു 30 രൂപ എന്തോ ഉള്ളൂ. പിന്നെ ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സ് കിട്ടി എക്സിക്യൂട്ട് ചെയ്ത് ക്വാർട്ടർ ടു ക്വാർട്ടർ ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ കാണിച്ചമായ തന്നെയുള്ള ലാഭം കാണിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഹൈ പി റേഷ്യോ ഒക്കെ കുറയാനും. അതുപോലെ EPS ഗ്രോത്ത് നെഗറ്റീവാണ്, 113% ഇയർ ഓൺ ഗ്രോത്ത് നെഗറ്റീവാണ്. 0.17 നെഗറ്റീവാണ് EPS കാണിക്കുന്നത്. ഇതൊക്കെ ക്വാർട്ടർ ടു ക്വാർട്ടർ റിസൾട്ട് നന്നാവുകയാണെങ്കിൽ ഇതൊക്കെ റെഡിയായി മാറും. ഇപ്പം കാണുന്ന പിക്ചറേ ആയിരിക്കില്ല ചിലപ്പം കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഹൈ പി ആണ്, EPS ഗ്രോത്ത് മൈനസാണ്. അതുപോലെ തന്നെ വളരെയധികം ഷെയർ ക്യാപിറ്റൽ വളരെ കൂടുതൽ കമ്പനി 1409 കോടി ഷെയർ ക്യാപിറ്റലുണ്ട്, അത് നെഗറ്റീവാണ്. അതുപോലെ തന്നെ റിസർവ് മൈനസാണ്, -199 crores ആണ്. റിസർവ് എന്ന സംഭവം ഇല്ല, നെഗറ്റീവാണ്. അപ്പം അതൊരു നെഗറ്റീവ് ഫാക്ടറാണ്. പിന്നെ ഞാൻ പറഞ്ഞ പ്രൊമോട്ടേഴ്സ് സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, 26.9 37.64 ആയത് ഇൻക്രീസ് ചെയ്തത് പോസിറ്റീവാണ്. പക്ഷേ അവരുടെ കയ്യിലുള്ള സ്റ്റേക്ക് എൻ്റയർ സ്റ്റേക്കും അവരുടെ കയ്യിലുള്ള സ്റ്റേക്കിന് എൻ്റയർ അല്ല 34% ഓഫ് ഷെയർസ് പ്ലഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ പ്ലഡ് ചെയ്ത ഷെയർസ് കിട്ടിയ എമൗണ്ട് നല്ലതിന് ഉപയോഗിക്കുകയാണെങ്കിൽ പോസിറ്റീവാണ്, ദുരുപയോഗം ചെയ്യാൻ നെഗറ്റീവാണ്. നമുക്കത് പോസിറ്റീവായി എടുക്കാം. 34% ഷെയർസ് പ്രൊമോട്ടേഴ്സ് പ്ലഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ പ്ലഡ് ചെയ്ത എമൗണ്ട് ആ ഡെവലപ്മെൻറ്റിന് എക്വസിഷന് ഓർഡേഴ്സ് എക്സിക്യൂഷന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പോസിറ്റീവാണ്. അപ്പോൾ പ്രസൻറ്റ് വാല്യുവേഷനിൽ ഹൈ പി മൈനസ് EPS ഗ്രോത്ത് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഒരു അട്രാക്റ്റീവ് ലെവലല്ല. പക്ഷേ ആ ബാക്ക് ടു ബാക്ക് ഓർഡേഴ്സും നെക്സ്റ്റ് ക്വാർട്ടർ റിസൾട്ടും കൂടി നോക്കിയിട്ട് ഇതേ ലെവൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 40 rupees ഒരു ഷോർട്ട് ടേം ടാർഗറ്റും ലോങ് ടേം ടാർഗറ്റും ഡെഫിനറ്റ് ആയിട്ട് ഒരു 100 rupees വെച്ചിട്ട് SCPC വാങ്ങാം. 12 രൂപ 13 രൂപയിലൊക്കെ വാങ്ങിയ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം 22 രൂപയിലാണ് ഇപ്പോൾ ഈ 13 രൂപയിൽ റൈറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് അവർക്ക് കിട്ടിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം ഉറപ്പിച്ച് ബുക്ക് ചെയ്യാം. 25 rupees എത്തുന്ന പറഞ്ഞാൽ ഏകദേശം 60-70% പൊസിഷൻ കിട്ടിയിട്ടുണ്ടാവും. ഒന്നും കറക്റ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് പറയാൻ പറ്റില്ല. ചിലപ്പം 27 rupees തന്നെ ഇയർ ഹൈ ആണ്, 27.70 ഇയർ ഹൈ ആണ്, അവിടേക്കൊരു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും 27 എന്തോ ഒരു ഹേർഡിൽ അവിടെ ഉണ്ട്. അത് മുറിച്ച് മേലോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ ഒരു 32-40 രൂപയിലേക്ക് എളുപ്പത്തിൽ പോവാം. പക്ഷേ അവിടെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് 27 റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു നാളെ മറ്റന്നാളെ ഒരു 2680 27 റേഞ്ചിൽ വന്നാൽ കൊടുത്താൽ ചില സമയത്ത് 90% ഒരു 22-23 ലെവലിൽ തിരിച്ചു വാങ്ങാനുള്ള സാധ്യത SCPCയിലുണ്ട്. സോ SCPC ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ കയ്യിലുള്ള ഓർഡേഴ്സും അവർ എക്സിക്യൂഷൻ പവേഴ്സും വളരെ ചെറിയൊരു ടെൻഡർ ആണ് ഇവർ കൊട്ടേഷൻ പിടിക്കുന്നത്. കൊട്ടേഷൻ കൊടുക്കുമ്പോൾ SCPCന് കൂടെ എത്താൻ മറ്റേ കമ്പനിക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നെ അവർ ബാക്കപ്പ് ആയിട്ടുള്ള കമ്പനി AV മാർക്ക് ക്യാപിറ്റൽ അതിന് പുറമെ ഇന്ത്യൻ്റെ വർക്കിന് പുറമെ ഈ അറേബ്യൻ രാജ്യങ്ങളിലുള്ള വർക്ക് കിട്ടാൻ സാധ്യതകളുണ്ട്. അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് SCPC വാങ്ങുക. താഴോട്ടൊന്ന് ടെൻഷൻ അടിക്കാണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം വാങ്ങുക. കാരണം ഇതൊരു സ്മോൾ ക്യാപ്പ് സ്റ്റോക്കാണ്, ഒരു പെന്നി സ്റ്റോക്കാണ്. ഓക്കെ, സോ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ SCPC ഇപ്പോഴത്തെ ലെവലിൽ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഒരു 21-22 റേഞ്ചിലേക്ക് വന്നാൽ വാങ്ങി ലോങ് ടേം ഹോൾഡിംഗ് വെക്കുക. 27 റെസിസ്റ്റൻസ്, അത് കഴിഞ്ഞാൽ 40 അടുത്ത റെസിസ്റ്റൻസാണ്. ഓരോ റെസിസ്റ്റൻസിലും കട്ട് ചെയ്ത് താഴത്ത് വാങ്ങിയാൽ കൂടുതൽ ഷെയർസ് വാങ്ങാൻ പറ്റും, നിങ്ങൾ ലോസ് കുറയ്ക്കാൻ പറ്റും. പിന്നെ വളരെ ക്ലോസ് ആയിട്ട് കമ്പനീനെ ക്വാർട്ടർ ടു ക്വാർട്ടർ റിസൾട്ടും അവരുടെ ഓർഡേഴ്സും നോക്കിയിട്ട് മാത്രമേ SCPCയിൽ ഹോൾഡിങ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ സ്വന്തം പഠിക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസേഴ്സ് ഉണ്ടെങ്കിൽ അവർ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ടായെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസ് മാക്സിമം ഫ്രണ്ട്സിന് റിലീസ് അയച്ചു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.